ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. പിന്നെ എന്തൊക്കെയാണ് എല്ലാവർക്കും വിശേഷമോ? സുഖമാണോ? അൽഹംദുലില്ലാഹ്, ഞാനും കുടുംബത്തോടെ സുഖമായിരിക്കുന്നു. പിന്നെ എന്തെല്ലാം വിശേഷമോ? ഞാൻ കുറേ ദിവസമായില്ല വീഡിയോ എടുക്കാതെ. അങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നത്. പിന്നെന്ത് വിശേഷമോ? പിന്നെ വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയിപ്പോയി എനിക്ക്. ഞാൻ കുറച്ച് വീണിട്ട് കൈ നൊമ്പരെടുത്ത് പിന്നെ എഡിറ്റ് ആക്കാനും കാര്യങ്ങൾ ചെയ്യാനും കഴിയാത്തുണ്ടായിരുന്നു. കുറച്ച് ഫുള്ളായിട്ട് മാറിയിട്ടില്ലെങ്കിലും കുറച്ച് മാറിയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഞാൻ കുറച്ച് ലൈവിലെല്ലാം വന്നുകൊണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ എടുക്കാതെ കുറേ ദിവസം ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ നമ്മളെ പ്രേക്ഷകരെല്ലാം പിന്നെ വീഡിയോ കാണുന്ന ആൾക്കാർക്കെല്ലാം പിന്നെ കുറേ ദിവസം വീഡിയോ കാണാതിരിക്കുമ്പോൾ സാധാരണ കാണുന്ന ആൾക്കാർക്കെല്ലാം പിന്നെ അതൊരു വീഡിയോ ഇടുന്നില്ല എന്നുള്ളൊരു തോന്നൽ വന്നുകൊണ്ടല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം ലൈവ് എടുത്ത അന്തരില്ല ലൈവിലും ആൾക്കാരെല്ലാം കിട്ടിയിട്ടുണ്ട്. എനിക്ക് പുതിയ പുതിയ സബ് കിട്ടിയിട്ടുണ്ട്, പുതിയ പുതിയ കൂട്ടുകാരെല്ലാം കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും അതിന് വലിയൊരു താങ്ക്സ് ഉണ്ട് എൻ്റെ വക. പുതിയ ആൾക്കാരെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോവും ഇനി മുന്നിലോട്ടുള്ള വീഡിയോയും കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ ചാനലൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ സഹായിക്കണം. അതുപോലെ തന്നെ ഞാൻ കുറച്ച് കഷ്ടത്തിൽ തന്നെയാണ് ഉണ്ടെങ്കിലും ഞാൻ എല്ലാവരോടും ഞാൻ അങ്ങനെയൊന്നും പറയലൊന്നുമില്ല, പറയാത്ത ഒരു സാഹചര്യം തന്നെയാണ്. പിന്നെ കുറേ ആൾക്കാർ ഓരോരോ ആൾക്കാർ ലൈവ് കാണും, കണ്ടിട്ടായിട്ട് പിന്നെ ഇഷ്ടമില്ലാത്ത പോലെ ആ ലൈവ് കണ്ടിട്ടായിട്ട് പിന്നെ ഒരു വാക്ക് ഒരാളെ അങ്ങനെ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക്. ലൈവ് കണ്ടിട്ടായിട്ട് ലൈവിൽ വന്ന് ലൈവ് കണ്ടിട്ടായിട്ട് ചോദിക്കുന്ന ഇതിനെക്കാട്ടും മുസാഫ് എടുത്തിട്ട് ഓതിക്കൂടെയെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ മുസാഫ് എടുത്തിട്ട് ഓതുന്ന ഒരു പണിയെടുക്കുമ്പോൾ മുസാഫ് എടുത്തിട്ട് ഓതിക്കൊണ്ടിരിക്കാൻ നമുക്ക് പറ്റും? ആ പണി കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഓതുന്നതും നിസ്കരിക്കുന്നതും എന്തെങ്കിലും കാര്യം നമ്മൾ പണിയിട്ട് വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ 5 വക്ത് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഒരു പണിക്ക് പോകുന്ന ആൾക്കാർ ആ പണീൻ്റെ ഒരു ഇടവേള വിട്ടിട്ടല്ലേ നിസ്കാരത്തിനായും കാര്യത്തിനായെങ്കിലും എന്തിനും ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ആൾക്കാർ 24 മണിക്കൂറും ഫോൺ കാണാത്ത ആൾക്കാരെ പോലെ ഈ പറയുന്ന വാക്ക് എനിക്കൊരു വലിയൊരു വിഷമമായി പോയത്. അപ്പം ഞാനതിന് മറുപടി പറയുന്നത്, നിങ്ങൾക്ക് വല്ല ജാടയല്ലേ? ജാടൊന്നും ഉണ്ടായിട്ടല്ല, ആരോടും ദേഷ്യം ഉണ്ടായിട്ടല്ല, ജാട ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പം എനിക്ക് അങ്ങനെ ഒരു ബേജാർ തോന്നി. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചത്. പിന്നെ ചോദിച്ചത് തെറ്റായി